ശരി, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഉം. 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 സാറക്കൊച്ച് 2 സ്പെഷ്യൽ കോഫി ആണല്ലോ. അതെന്താ നേഹക്കൊച്ചെ? ജസ്റ്റ് 1 മിനിറ്റ് പ്ലീസ് വെയിറ്റ്. വെയിറ്റിംഗ് ഒന്നുമില്ല, പെട്ടെന്ന് വേണം. അയ്യടാ, അവിടെ പട്ടി കൊണ്ടുവരും. ഇല്ല, അത് ശരിയാവില്ല. ഏതായാലും വിളിക്കാം. ഓക്കെ, ബൈ. എന്താ റോയിച്ചോ ഇത്? എത്ര നേരം ഫോണില്? ഇതൊക്കെ ഒരു ബിസിനസ് അല്ലേ? ബിസിനസ് ഒക്കെ ഞാൻ ശരിയാക്കി തരാം. എന്താ നീ എല്ലാം നോക്കിയെടുത്തോ? എനിക്ക് കോഫി ഷോപ്പാ ഇഷ്ടപ്പെട്ടത്. ഇത് ഞാൻ നടത്തും. അപ്പൊ റോയിച്ചൻ ടോട്ടലി ഫ്രീ ആകും. കോഫി ഷോപ്പിൽ നീ ഇടപെടണ്ട. ഞാനും ദേ അവളില്ലേ സാറാ, അവളൊറ്റ ഒരുത്തി മതി ഇത് മുഴുവൻ നോക്കിയെടുത്താൽ. ഓ പിന്നെ എത്ര നേരം ഒരു കോഫി പറഞ്ഞിട്ട് ഈ കൊച്ചവിടെ എന്തെടുക്കുവാ? അവൾ അവിടെ എന്തോ തിരക്കില്ല. സാറാ, കോഫി അവിടെ? അയ്യോ റോജ മറന്നുപോയി. മറവി പ്രായത്തിന്റെയാ. സാധാരണ പ്രായമായവർക്കല്ലേ റോയ്ച്ച മറവി. എടി മോളെ, അതിന്റെ തോന്നല. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. അതെ, നോട്ടത്തിന് തോന്നിയിട്ട് പറഞ്ഞതാ. നിങ്ങളെന്തോ ഒരുമാതിരി പിള്ളേരെ പോലെ. ഇവളുടെ ചേട്ടത്തിയമ്മ നാളെ ഇവിടെ കയറി വരണ്ടല്ലേ? തർക്കത്രം പറയുന്ന കേട്ടില്ലേ? അയ്യോ, ഒരു തമാശ പറഞ്ഞപ്പോഴേക്കും അങ്ങ് ദേഷ്യമായോ? എന്താ റോയ്ച്ച ചേട്ടത്തിയമ്മ ഇങ്ങനെ? ആ മതി മതി, രണ്ടുപേരും സംസാരിച്ചു കയറണ്ട, നിർത്തിക്കോ. ഞാൻ നിർത്താം, പക്ഷെ ഈ പണിക്കാർ പണ്ട് ഒരു അഹങ്കാരം. ചേട്ടത്തിയമ്മേ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരാമോ? അകത്ത് മനസ്സിലായോ? മനസ്സിലായെന്നാ ചോദിച്ചേ? സോറി സാറേ. ഇറ്റ്സ് ഓക്കെ. മലയാള സിനിമയെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു പറ്റം യുവതാരനിരയിൽ ഒരു താരം കൂടി, ആനന്ദ് ശസ്തരൻ. ആഹാ, കൊള്ളാം. പെട്ടെന്ന് വേണം, കഴിഞ്ഞിട്ട് ഷൂട്ടുള്ളതാ. ശരിയാ, ആനന്ദിനെ പറ്റി അങ്ങനെയൊക്കെ ഒരു വിശേഷണമുണ്ട്. ഈ ഉത്തരേന്ത്യൻ നടന്ന് വിളിക്കുന്നത് മലയാള സിനിമ ഒരു ഉത്തരം കാണാതിരിക്കുമ്പോഴാണ് ഞാനൊരു ഉത്തരമായിട്ട് വരുന്നത്. അതുകൊണ്ടായിരിക്കും. ഈ ആനന്ദില്ലേ, ആനന്ദ് 1.5 കോടി രൂപ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ 5 ഇരട്ടി പ്രൊഡ്യൂസറിന് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ഞാൻ എത്രയോ ദാനം ചെയ്തിട്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു മെർസിഡീസ് ബെൻസാണ് ഒരാൾക്ക് ദാനം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പൊന്നു മോനെ ആനന്ദേ, നീ ഒന്നും ചെയ്യേണ്ട സ്റ്റാർ ആവാൻ. ഇത് കണ്ട, ഇത് യൂട്യൂബ് ഇട്ടാൽ മാത്രം മതി, നീ സ്റ്റാർ ആടാ. താങ്ക്സ് മച്ചു. ഒരു പണിയുണ്ട്. ടോണി, ഏതാടാ ഈ കൊരങ്ങൻ? സാറാ, എന്റെ ഫോൺ കണ്ടോ? അത് കാണുന്നില്ല. അയ്യോ, ഫോണിലത്തെ ടോണി എനിക്ക് ചിന്തിക്കാനേ വയ്യ. അത് പോയാൽ ഭയങ്കര പ്രശ്നാ. ഒരു സാധാരണ ഫോൺ അല്ലത്. എനിക്കറിയാം ടോണി, ഗതയില്ലാത്ത ഹനുമാനെ പോലെയാണല്ലോ മൊബൈലില്ലാത്ത ടോണി. അയ്യോ, പാത്തുമ്മയുടെ ആട് പോയോ? അല്ല, ടോണിയുടെ മൊബൈല് പോയോ? ആനന്ദേട്ടാ, അതൊക്കെ പഴയ സാധനങ്ങളല്ലേ. പാത്തുമ്മയുടെ ആടിനോട് ടോണി സാറിന്റെ ഫോണിനെ ഉപമിക്കല്ലേ. ആ സ്ഥാനത്ത് വല്ല മമ്മൂക്കയുടെ കൂളിംഗ് ഗ്ലാസ് എന്ന് പറ. നല്ല നടനാവാനുള്ളതല്ലേ, അപ്ഡേഷൻ വേണം, അതാ പറഞ്ഞത്. കാപ്പി കുടിച്ചോ? ഇല്ല സാറാ, ഇവനൊരു നല്ല സ്ട്രോങ് കാപ്പി ഉണ്ടാക്കി കൊടുത്തേ. ഇത്രയും നിർത്താതെ പറഞ്ഞല്ലേ. കൂലിപ്പണിക്ക് വന്ന ആ പണി ചെയ്താൽ മതി, നമ്മളൊന്നും മെക്കിട്ട് കയറല്ലേ. സത്യം പറയടാ, നീയല്ലേ എടുത്തത്? എന്ത് കൂലിപ്പണിയോ? അല്ല, എന്റെ ഫോൺ. നീ എന്താ ടോണി പറയുന്നേ? എനിക്കെന്തിനാ നിന്റെ ഫോൺ? എന്നാ ഇവനാ എന്റെ ഫോൺ എടുത്തത്. അതെനിക്കും സംശയമുണ്ട്. ഞാൻ എന്നോ ആ ഫോൺ ഇവിടെ കുത്തിയിടുന്നതാ, ഇതുവരെ പോയിട്ടില്ല. ഇന്നാ നഷ്ടപ്പെട്ടത്. ഇന്നല്ലേ ഇവൻ വന്നത്, അപ്പൊ അവൻ തന്നെയായിരിക്കും. എന്റെ ടോണി സാറിന് ഞാനല്ല, അതെനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്തിന്റെ ആവശ്യമില്ലെന്ന്? എടുക്കേണ്ട ആവശ്യമില്ലെന്ന്. സുനിലെ, ടേബിൾ നമ്പർ 6 കസ്റ്റമേഴ്സ് ഉണ്ട്. പോ. ടോണി, ആവശ്യമില്ലാതെ ആരും സംശയിക്കരുത്. എനിക്ക് അത്ര ആവശ്യപ്പെട്ടാ നിനക്കറിയാവോ? ദേ സാറേ, ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ എന്ന് അവര് തമ്മിൽ തീരുമാനിച്ചോളും. ടോണി, നിന്റെ മൊബൈലിൽ മറ്റേ സിനിമയിലെ പോലെ വല്ല ക്ലിപ്സും ഉണ്ടായിരുന്നോ? അല്ല, ടെൻഷൻ കണ്ടിട്ട് ചോദിച്ചാ. നിനക്കെന്താ ധൃതിയുണ്ടാ?
ഇല്ല, എന്തേ? ഇല്ല, ഫോൺ കിട്ടിക്കോട്ടെ, നിനക്ക് ഉത്തരം തരാട്ടാ. എന്താടി റിങ് ഉണ്ടാ? റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഛേ, എന്റെ ഫോൺ എടുത്തവനെ മൂർഖം കുത്തണേ. മഞ്ജുമായ റുബീനെയൊക്കെ വിളിക്കാനുള്ള സമയമായി. അവൻ അങ്ങനെ തന്നെ വേണം. മഞ്ജു, മായ, റുബീന, യുറാനിയം, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഇവരൊക്കെ വിളിക്കുമ്പോ എന്ത് ചെയ്യും? ഒരു ആപത്ത് വരുമ്പോ അവനെ കളിയാക്കാതെ പോയി സഹായിക്കും. ചെല്, അതിനെവിടെ ആപത്തുള്ളത്? പോയി സഹായിക്കടാ, ചെല്. അപ്പൊ നീയും കൂടെ വാ. എനിക്കിവിടെ പണിയുണ്ട്, ഒന്ന് പോയേ. അപ്പൊ ഞാൻ പോയി തപ്പിട്ട് വരാം. ദാ, വിഷമിക്കാതെ ഇന്ന് എന്റെ ഫോൺ എടുത്തു. ഇതിലാ പണച്ചാക്ക് റുബീനയുടെ നമ്പർ ഇല്ല. എന്നാ വേണ്ട, പോടാ. കിട്ടി കിട്ടി, മൊബൈൽ കിട്ടി. അയ്യോ, നിന്നെ ഞാൻ രാവിലെ വെറുതെ എന്തൊക്കെയാ പറഞ്ഞു. ഫോൺ നോക്കട്ടെ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് കേട്ടോ. എന്റെ മൊബൈലും കാണാനില്ല. മാറിപ്പോയല്ലേ. കൂലിപ്പണിക്കാരാ. എടാ, എന്റെ മൊബൈലില്ല, ഞാൻ എങ്ങനെ ജീവിക്കൂടാ? ടോണി, നിന്നെ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ ആശ്വസിപ്പിക്കണ്ടേ? സാറ് വിഷമിക്കണ്ട, സാറിന് ഞാൻ എങ്ങനെയെങ്കിലും മൊബൈൽ എടുത്തു തരാം. അയ്യോ അമ്മേ, അയ്യോ ദാ, റോയിച്ചിനെ വിളിക്ക്, വിളിക്ക്. വേണ്ട, ശരിയായിക്കോളും. എല്ലാരും നോക്കിയാ മതി. അയ്യോ, കുറച്ച് വെള്ളം തന്നടാ. അയ്യോ, എന്റെ മൊബൈല്. സിനിമ നടൻ സാറിന്റെ ബ്ലോഗിങ് കഴിഞ്ഞെങ്കിൽ എനിക്കൊരു മെയിൽ ചെയ്യണമായിരുന്നു. അല്ല, ആപ്പം തരോ? എന്തെല്ലാവർക്കും പറ്റിയേ? എന്താണ് ആനന്ദ്, എന്ത് പറ്റി? ടോണിയുടെ ഫോണ് പോയി റോയിച്ച. മനുഷ്യനോട് പേടിപ്പിച്ചോളന്നല്ലോ. എവിടെ പോയത്? അതറിയെങ്കിൽ അവൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നാ? പോയി എടുക്കില്ലേ? അതെ, ശരിയാണല്ലോ. ഇന്ന് തിരക്ക് അങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം ആളുണ്ടായിരുന്നു. ലേഡീസോ? അത്യാവശ്യം അതുകൊണ്ടായിരുന്നു. ഇരുന്ന ടേബിളൊക്കെ മനസ്സിലായില്ല. സാറാ, ലേഡീസ് ഇരുന്ന ടേബിളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോന്ന്? അതൊക്കെ ഉണ്ട്, പക്ഷെ ലോഞ്ചില് അത് വരട്ടെ. ആദ്യം ലേഡീസ് ഇരുന്ന ടേബിളൊക്കെ ഒന്ന് നോക്ക്, പിന്നെ ലോഞ്ചും കിട്ടായിരിക്കില്ല. എന്ത്? എടാ പൊട്ട ഫോൺ, പോയി നോക്കണ. ഫോണല്ലടാ, വേറൊരെണ്ണം വാങ്ങിക്കാം. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? അത് റോയിച്ച. എടാ, നീ ഇതെടുത്ത് മാറ്റി വെച്ചിരിക്കായിരുന്നല്ലേ? എടാ ടോണി, ഞാൻ നീ എന്ന് പറയണ്ട. 1.5 മണിക്കൂറായി പാവത്തിന് വട്ടക്കറക്കാൻ തുടങ്ങിട്ട്. നിന്റെ തമാശയൊക്കെ ശരി, പാവത്തിന് അറ്റാക്ക് വല്ല വന്നിരുന്നെങ്കിലോ? ഈ തമാശ കുറച്ച് ഓവറായി പോയാണത്. ആ, അത് മോശമായി പോട്ടെ സാറേ. ഒന്ന് നിർത്തുണ്ടോ എല്ലാരും? ഈ ഫോൺ ഞാനൊന്നല്ല എടുത്തേ. പിന്നെ കിട്ടിയതാ? ഇതെവിടെ നിന്ന് കിട്ടിയത്? അത് റോയിച്ച. മിണ്ടണ്ട. ഇവ പോയ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ അരിച്ചു പറക്കി. ഞങ്ങൾക്ക് കിട്ടാത്ത ഈ സാധനം നിനക്ക് എങ്ങനെ കിട്ടി? പറ. ഇവനെ കൊണ്ട് ഞാൻ പറയിക്കുന്നുണ്ട്. എനിക്കിത് ലേഡീസ് ടോയ്ലറ്റിൽ നിന്നാ കിട്ടിയേ. പറ, നിങ്ങൾ അവിടെ തെരഞ്ഞോ? ഛേ, ലേഡീസ് ടോയ്ലറ്റ്, ദൈവമേ. വല്ല ക്ലിപ്പ് കൊടുക്കാൻ കയറിയതാണോടാ? ഞാനങ്ങനെ ചെയ്യുമോ റോയിച്ച? ഞാൻ ആ ബാത്റൂമിൽ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ ജെൻസ് ടോയ്ലറ്റ് ഫുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലേഡീസ് ടോയ്ലറ്റിൽ കയറിയത്. അവിടെ വെച്ച് മറന്നു പോയതാ. നല്ല മറവി. ഫോണിനടുത്ത് പളകളും ഞാൻ.